നമ്മുടെ ഫോർത്ത് മൊഡ്യൂളില് 2 ടോപ്പിക്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് അതിന്റെ ഫിറ്റിംഗ്, പോസോൺ ഡിസ്ട്രിബ്യൂഷന് അതിന്റെ ഫിറ്റിംഗ്, 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ഹെഡിങ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്. അതിന്റെ ഫിറ്റിംഗ് നമ്മുടെ സിലബസിൽ പറയുന്നില്ല, ഞാനത് എടുക്കുന്നില്ല. അഥവാ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനാണ് ഞാൻ കുട്ടികളോട് പറയാനുള്ളത്. കുറച്ച് ടൈറ്റ് ആണ് അത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എന്താണെന്നും അതിന്റെ ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങളും അതിന്റെ പ്രോബ്ലം പാർട്ടൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവേ. കാണുന്നുണ്ടോ നിങ്ങക്ക്? ഒറ്റ മിനിറ്റ്. ഓക്കെ, നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. എന്റെ സ്ക്രീനും വോയിസും ക്ലിയർ ആണോ? സ്ക്രീനിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, റെഡി. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് എഴുതിയിട്ടുള്ള സ്ക്രീന് കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞാണിയേ. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷന് നമ്മൾ ബൈനോമിയലും പോസോണും പറഞ്ഞ പോലെ അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് വേറൊരു ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്തൊരു കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇത് ഫോളോ ചെയ്തോളി. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കുക. വീണ്ടും പറയാണ്, ക്ലാസ്സുകൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് തുടങ്ങാം കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യമായിട്ട് ഡിസ്കവേർഡ് ബൈ ഡി മൊയ്വർ ഇൻ 1733. ഇയാളാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇറ്റ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് വേരിയബിൾ, നിങ്ങളുടെ MCQലൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് സീരീസിൽ, കണ്ടിന്യൂസ് വേരിയബിൾസിലാണ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. 0 to 10, 10 to 20, 20 to 30, അങ്ങനെ ക്ലാസ് ആയിട്ട്, ക്ലാസ് ആ വാക്ക് ഓർത്ത് വെക്കുക, ക്ലാസ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ കണ്ടിന്യൂസ് സീരീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച 2 ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് സീരീസിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ മൊഡ്യൂളിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാണ് ഡിസ്ക്രീറ്റ് സീരീസ്, അഥവാ ജസ്റ്റ് നമ്പർ 10, 20, 30, 20, 50, 25 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ്, അതിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് സീരീസിലാണ് യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 to 10, 10 to 20, 20 to 30 എന്ന് തുടങ്ങുന്ന ക്ലാസ് ആയിട്ട് വരുന്ന വാല്യൂസിനെ, വേരിയബിൾസിനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, 0 to 10, 10 to 20, 20 to 30 എന്നുള്ളതൊക്കെ. ഇനി ഈ ഇക്വേഷൻ എല്ലാവരും എഴുതി വെക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്ററിലെ ഇക്വേഷൻ ആണ് Z എന്നാണ് കേട്ടോ. അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്നത് Z എന്നാണ്. Z x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഐ റിപ്പീറ്റ്, Z x മൈനസ് മ്യൂ എന്നാട്ടോ അത് വായിക്കുക. നമ്മളൊരു ഈ രൂപത്തിലാണ് എഴുതുക. ഒരു ഭാഷയിൽ M എഴുതുന്നതാണത്. അപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്യണം എല്ലാവരും. ഓക്കെ, അപ്പോൾ Z x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഇപ്പൊ തന്നെ എഴുതി വെക്ക് കേട്ടോ. അതില് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിരിക്കും, മീൻ 0 ആയിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, അതിൽ വലിയ കാര്യമല്ല. ആ ഇക്വേഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, അതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാൻ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാണ്. അതും തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട്. നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടിന്യൂസ് കർവ്, അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ്. കണ്ടിന്യൂസ് സീരീസിലെ കണ്ടിന്യൂസ് കർവിലാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്പ്ഡ്. ആ കർവ് അഥവാ അതിന്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉണ്ടാവും ബെൽ ഷേപ്പ്, ഈ രൂപത്തിലാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് വരിക കേട്ടോ. ബെൽ ഷേപ്പ് എന്നാണ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ഇനി പറയും, ഇനി നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് വരച്ചിട്ടാണ് അത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ബെൽ ഷേപ്പിലാണ് അതിന്റെ കർവ് വരുന്നത്.
ഇറ്റ് ഈസ് സിമ്മട്രിക്കൽ അബൌട്ട് മീൻ. മീനുമായിട്ട് സിമ്മട്രിക്കൽ ആണ്. നിങ്ങൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ BNM പഠിച്ചിട്ടുണ്ടാവും സിമ്മട്രി എന്താണ്, അസിമ്മട്രി എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ സിമ്മട്രിക്കൽ ആണ് എന്ന് പറയുന്നത്, അഥവാ ചെരിവൊന്നുമില്ല. കറക്റ്റ്. ഇതിപ്പോ ഞാൻ വരച്ച ചെറിയ ചെരിവൊക്കെ ഉണ്ട് കേട്ടോ, കറക്റ്റ് ആയിരിക്കും വരിക. ഇത് നോക്കിയേ, ഞാൻ വേറൊരു ചിത്രം വരക്കാണ്, ബെൽ ഷേപ്പിൽ തന്നെയാണ്. ഇത് ഇടത് ഭാഗത്തേക്ക് സ്ക്യൂഡ് ആണ്. സ്ക്യൂനെസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ഇനി വേറൊന്ന് വരക്കാണേ. ഇത് വലത് ഭാഗത്തേക്ക് സ്ക്യൂഡ് ആണ്, സ്ക്യൂനെസ്. അതിന് നിങ്ങൾ BNM കുറെ പഠിച്ചിട്ടുണ്ടാവും, പോസിറ്റീവ് സ്ക്യൂനെസ്, നെഗറ്റീവ് സ്ക്യൂനെസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒന്നല്ല. നോർമൽ കർവ് എന്ന് പറയുന്നത് സിമ്മട്രിക്കൽ ആണ്. സിമ്മട്രിക്കൽ ആണ്, കറക്റ്റ് പൊസിഷനിലാണ്, അങ്ങോട്ട് കൊണ്ട് ചെരിവോ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് സെൻട്രലൈസ് ചെയ്ത് ഇങ്ങനെ വരുന്നതാണ്. അത്ര ഓർത്താൽ മതി കേട്ടോ, സിമ്മട്രിക്കൽ ആണ്. പിന്നെ മീൻ, മീഡിയൻ, മോഡ് ആർ ഈക്വൽ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇതാ കറക്റ്റ് ഏറ്റവും മിഡിൽ പോയിന്റിൽ നമ്മളൊരു ലൈന് വരച്ചാല് ഇവിടെയാണ് അതിന്റെ മീന് വരിക, ഇവിടെയാണ് അതിന്റെ മീഡിയൻ വരിക, ഇവിടെയാണ് അതിന്റെ മോഡ് വരിക. മീനും മീഡിയനും മോഡും കംപ്ലീറ്റ് ഈ മിഡിൽ പോയിന്റിലാണ് വരിക. ആരോ ഒരാൾ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് നോക്കിട്ടോ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യേ, വോയിസ് മറക്കല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്മട്രിക്കൽ ആണെന്ന് പറഞ്ഞു, അഥവാ കൃത്യമായിട്ടായിരിക്കും, അങ്ങോട്ടോട്ട് ചെരിവുണ്ടാവില്ല. പിന്നെ മീനും മീഡിയനും മോഡും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു, അഥവാ കൃത്യമായിട്ട് മിഡിൽ പോയിന്റിലായിക്കാരം നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും മീഡിയനും മോഡും വരെ. ഇത് നിങ്ങൾ BNM പഠിച്ചിട്ടുണ്ടാവണം. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം, കാരണം അത് ഒരുപാട് പറയാനുണ്ട്. നല്ല രസമായിട്ട് ചിത്രം വരച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി, മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. ദ ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് ദ മാക്സിമം. കണ്ടോ, നോർമൽ കർവിന്റെ മാക്സിമം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പോയിന്റിലായിരിക്കും അതിന്റെ മീന് ഉണ്ടാവുക, മീഡിയൻ ഉണ്ടാവുക, മോഡ് ഉണ്ടാവുക. മൂന്നും ആ മാക്സിമം പോയിന്റിൽ, അഥവാ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പോയിന്റിലായിരിക്കും മീനും മീഡിയൻ മോഡ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻസ് മെസോകർട്ടിക്. കർട്ടിക് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്മട്രിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ ടേം ആണ്. ഞാൻ പറയാണ്, ഇത് വെറുതെ ഓർത്ത് വെച്ചാൽ മതി. ഈ മെസോകർട്ടിക് ആണ് ഇനി അതിനേക്കാൾ നല്ല പീക്കായിട്ട് വരുന്നത്, ഭയങ്കര ഉയരത്തിൽ വരുന്നത് പ്ലറ്റീകർട്ടിക്, ലെപ്റ്റോകർട്ടിക്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതിപ്പോ ഞാൻ പറയുന്നത് അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വരുന്നത്, പറ്റ താന്ന് വരുന്നത് പ്ലറ്റീകർട്ടിക്കും, ഇതിൽ വരുന്നത് ലെപ്റ്റോകർട്ടിക്. അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. നിങ്ങളിപ്പോ ഫസ്റ്റ് പറഞ്ഞത് മെസോകർട്ടിക് പറഞ്ഞാൽ ഇതാ കറക്റ്റ് നോർമൽ രൂപത്തിലാണ് വരിക, അത്ര ഓർത്താൽ മതി കേട്ടോ. അപ്പോ ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇനിയിപ്പോ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാലും അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ലോഗരിതം ടേബിൾ ഉള്ളവരൊക്കെ കയ്യിലെടുക്കുക. ലോഗരിതം ടേബിളില് പേജ് നമ്പർ 12 എടുക്കുക. ഇതാണ് നമ്മുടെ നോർമൽ കർവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, അഥവാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടേബിള്. അത് എല്ലാവരും എടുത്തു വെക്കുക കേട്ടോ. എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ ഇനി ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. എല്ലാവരും കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ബെൽ ഷേപ്പ്ഡ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് കിടക്കുന്നത്. ഓക്കെ. ഇനി അതിൽ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. കൃത്യമായിട്ട് നോക്കണേ. ഇതാണ് നമുക്കിനി എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും ആവശ്യമുള്ളത്. ക്ലിയർ അല്ലേ? എന്റെ വോയിസും സ്ക്രീനും ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറഞ്ഞാണെങ്കിൽ ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് തുടങ്ങാം. Z ഞാൻ പറഞ്ഞു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്നത് Z എന്നാണ്. Z is equal to 1.17 എന്ന് തന്നു. നമ്മളൊരു കർവില് എങ്ങനെയാണ് ഇത് വരക്കുക എന്ന് പറയാണ്. Z is equal to 1.17 ഇങ്ങനെ തന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, 1.17ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ കണ്ടെത്തണം. അതിനാണ് നമ്മൾ ടേബിൾ യൂസ് ചെയ്യുന്നത്. 1.17. ഷടാ, ഇത് ചെറിയ ടേബിളാ അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, 1.1 ഈ ഫസ്റ്റത്തെ ലൈന്, ഫസ്റ്റത്തെ കോളത്തിൽ എടുക്കുക. അത് അവിടെ കണ്ടോ, 1.1. 1.1. ഇനി 7, 1.17. 7 0.07 കണ്ട എല്ലാവരും നോക്കിയ ടേബിൾ നോക്കി 0.07 എന്നുള്ള ഭാഗത്ത് എടുക്കുക. 1.17. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഇവിടെ 1.1 നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ 0.07 എന്നുള്ളത് ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് എടുക്കുക. ആ വാല്യൂ എത്ര നോക്കിയേ, 1.17. നമ്മളപ്പോ 1.1ൽ ഇങ്ങനെ ലൈന് വരച്ചിട്ട് 0.07ലേക്ക് എത്തണം അല്ലെ?
ഇതല്ലേ വാല്യൂ വരുന്നത്? 3790 ആണോ? 3790 അല്ലേ? ആണല്ലേ, സോറി എനിക്കും അറിയാം. ഓക്കെ 0.3790 അല്ലെ. അപ്പൊ അതാണ് ഏതിന്റെ വാല്യൂ? കറക്റ്റ് ശ്രദ്ധിച്ചോളിയെ. ദാ യെസ്, അതെ, നിങ്ങൾ പറഞ്ഞതാണ് ആൻസർ. Z എന്ന് പറയുന്നത് 1.17 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു വാല്യൂ കിട്ടിയാൽ അതിന്റെ നോർമൽ വാല്യൂ കാണണം, അതിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ കാണണം. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 0.379 ആണ്. അപ്പൊ ഇനി അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളി. എങ്ങനെയാണ് അത് ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നത്? ഞാനിതാ ഒരു നോർമൽ കർവ് വരച്ചു, നോർമൽ ഗ്രാഫ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്? കറക്റ്റ് മിഡിൽ ഒരു ലൈൻ വരക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ശ്രദ്ധിച്ചോ, പോസിറ്റീവ് ആണെങ്കിൽ ഈ വലത് വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് വാല്യൂ ആണ്. ഇപ്പൊ ഈ പറഞ്ഞത് നെഗറ്റീവ് -1.17 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇടത് ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ വലത് ഭാഗത്ത്, നെഗറ്റീവ് ആണെങ്കിൽ ഇടത് ഭാഗത്ത്. ഓക്കെ, അപ്പൊ ഇനി 0.379 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എവിടെങ്കിലും, അതിങ്ങനെ കറക്റ്റ് അളന്നു നോക്കൊന്നും വേണ്ട, ജസ്റ്റ് എവിടെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യുക. പോസിറ്റീവ് ആകുമ്പോൾ വലതു ഭാഗത്താവണം എന്ന് മാത്രം, വേറെ ഒന്നും നിങ്ങൾ മെയിൻ ചെയ്യണ്ട, വലതു ഭാഗത്താവണം. എന്നിട്ട് 0.379 എന്ന് അവിടെ മാർക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ആ ചിത്രം നോക്കിയേ, ഞാൻ ചെയ്ത ആൻസർ നോക്കിയേ, അവിടെ കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ? കറക്റ്റ് മിഡിൽ വരച്ചു, അത് 0 ആണ് കേട്ടോ. അതും കൂടെ പറയാണേ, കറക്റ്റ് മിഡിൽ വരച്ചു, ആ വാല്യൂ 0 ആണ്. വലത് ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആണ്. മാക്സിമം വാല്യൂ വരുന്നത് 0.5 ആണ്, 0.5 ആണ് കേട്ടോ. ഇടത് ഭാഗത്തേക്കും നെഗറ്റീവ് വാല്യൂസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുക. അവിടെയും മാക്സിമം വരുന്നത് 0.5 ആണ്. വലത് ഭാഗത്തും 0.5, ഇടത് ഭാഗത്തും 0.5. പോസിറ്റീവ് വാല്യൂസ് വലത് ഭാഗത്ത് മാർക്ക് ചെയ്യും, നെഗറ്റീവ് വാല്യൂസ് ഇടത് ഭാഗത്ത് മാർക്ക് ചെയ്യും. അപ്പൊ നമ്മളിവിടെ 0.379 എന്നുള്ളത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വലത് ഭാഗത്ത് മാർക്ക് ചെയ്തു. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പൊ അവിടെ ക്ലാസ് ആയിട്ടാണ് പറയാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ആകെ ഒരൊറ്റ വാല്യൂ ഉള്ളൂല്ലോ. അതിന്റെ അർത്ഥം നോക്കിക്കോളി. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, റെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. 0 മുതൽ 1.17 വരെയുള്ള വാല്യൂ, അഥവാ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് എഴുതുമ്പോൾ 0 to 1.17 ഈ വാല്യൂ ആണ് എന്ത് ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തത്. ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്യണ്ടേ. ഇത്രയും ഭാഗം 0 അല്ലെ, 0 മുതൽ 1.17, അപ്പൊ അത്രയും ഭാഗമാണ് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഗ്രാഫ് വരക്കാനോ മാർക്ക് ചെയ്യാനോ ഒന്നുമില്ല, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മെത്തേഡ് വേറെയാണ്. അത് ഞാൻ നെക്സ്റ്റ് ഇതൊരു ബേസ് ആണ്, നെക്സ്റ്റ് സ്റ്റേജിൽ പറയാം. ഇനി അടുത്തൊരു ചോദ്യമാണ്, കറക്റ്റ് ശ്രദ്ധിച്ചോളിയെ. -1.78 1.78 ഇടയിലുള്ള ഭാഗം അല്ലെ, ഒരു ക്ലാസ് ആയിട്ട് ഞാൻ ഒന്ന് എഴുതുന്ന നോക്കിയേ. അങ്ങനെയാണ് കേട്ടോ, -1.78 എന്നിട്ടൊരു ലൈൻ വരക്കുക, +1.78. ഇതിന്റെ രണ്ടിന്റെ ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. -1.78 to +1.78 ഇതിന്റെ ഇടയിലുള്ള വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യേണ്ടത്, വരക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം ഈ -1.78 +1.78 ടേബിൾ വാല്യൂ കാണാം. നോക്കിയ ടേബിളിലേക്ക് തിരിച്ചു പോവാണേ. ഒന്ന് പറഞ്ഞാണി 1.78 വാല്യൂ. ഇനി അതെ മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും വാല്യൂ സെയിം ആട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വാല്യൂ സെയിം ആണ്. മൈനസ് ആണെങ്കിൽ ഇടത് ഭാഗത്ത് എഴുതണം, പ്ലസ് ആണെങ്കിൽ വലത് ഭാഗത്ത് എഴുതണം. ആ ഒരു മാറ്റേ ഉള്ളൂ. ഒന്ന് വേഗം പറഞ്ഞാണി. 1.78 വാല്യൂ എത്രയാണ്? നമ്മൾ ഫസ്റ്റ് കോളത്തിൽ 1.7 എടുക്കുക അല്ലെ, 1.7 എടുക്കുക. പിന്നെ നീളത്തിൽ എന്ത് ചെയ്യുക? 0.8 അല്ലേ, 0.08 എടുക്കുക, 0.08 എടുക്കുക. അപ്പൊ അതിന്റെ വാല്യൂ എത്ര വരും എന്ന് പറഞ്ഞാണി? ചോദിച്ചോളൂ. 0.4699. 4625 ആണോ സാറേ? യെസ്, അതന്നെ 0.4625 അല്ലെ. യെസ്, അതന്നെയാണ്. അപ്പൊ നമ്മൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വാല്യൂ അതന്നെ കേട്ടോ. അപ്പൊ ഇനി കറക്റ്റ് ശ്രദ്ധിച്ചോളിയെ. ഇവിടെ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ നെഗറ്റീവ് വാല്യൂ ഇവിടെ മാർക്ക് ചെയ്തു കേട്ടോ. നെഗറ്റീവ് ആയതുകൊണ്ട് ഇടത് ഭാഗത്ത് മാർക്ക് ചെയ്തു. ഇവിടെ -1.78 എഴുതി, -1.78 എഴുതി. അതിന്റെ വാല്യൂ ഇവിടെ മിഡിൽ എഴുതിക്കണു 0.4625.
ഇനി അതേപോലെ തന്നെ സെയിം വാല്യൂ ആണ് പോസിറ്റീവിലും കൊടുത്തിട്ടുള്ളത്. അപ്പൊ പോസിറ്റീവ് നമ്മൾ ഇവിടെ വലതുഭാഗത്ത് മാർക്ക് ചെയ്തു, 1.78 എന്ന് എഴുതി, 1.78 എന്ന് എഴുതി. അതിന്റെയും വാല്യൂ സെയിമാ, വാല്യൂല് മാറ്റൊന്നുമില്ല, 0.4625. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ രണ്ടിന്റെയും അതാണ്, നമ്മളോട് ആ ക്ലാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തു, അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഭാഗം അഥവാ -1.78ന്റെയും +1.78ന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഇത്രയും ഏരിയ ഉണ്ട്, ഇത്രയും ഭാഗമുണ്ട്. അങ്ങനെയാണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? ഈ മാർക്ക് ചെയ്യുന്ന രൂപം മീൻസ് അത് മാർക്ക് ചെയ്യുന്നത്, ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നത് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്നാ ഇനി അടുത്ത എക്സാമിന് ഇതൊന്നും വരൂല കേട്ടാ. എക്സാമിന് വരേണ്ട വേറെ തന്നെ, അത് ഞാൻ പിന്നെ പറയാം. അല്ല, ഇത് കിട്ടിയാൽ ഇനി അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ബേസാ. ഇത് വേണം. ടേബിൾ നോക്കിയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ പറ്റുള്ളൂ. ഇപ്പൊ ബൈനോമിയലും പോസോണൊക്കെ നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാറുണ്ടല്ലോ. പക്ഷെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂ ടേബിൾ വെച്ചിട്ടാണ് കാണുന്നത്. എന്നാ നോക്കാം, ഇവിടെ നോക്കിയേ, +1.52ന്റെയും +2. രണ്ടും പ്ലസ് ആണ് കേട്ടോ. +1.52ന്റെയും +2.01ന്റെയും വാല്യൂ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ടേബിൾ നോക്കിയിട്ട് 1.52ന്റെയും 2.01ന്റെയും വാല്യൂ കാണാം. എന്നാ പെട്ടെന്ന് ടേബിൾ നോക്കിയിട്ട് പറഞ്ഞാണ്. ടേബിളിലേക്ക് വരികയാണ്. യെസ്, വേഗം നോക്കിക്കോളൂ. 1.52ന്റെ വാല്യൂ എത്രയാണ്? ഓക്കെ. ഇനി 2 എത്രയായിരുന്നു? 02 അല്ലേ? അതിന്റെ വാല്യൂ ഒന്ന് കണ്ടാണ്. 2.02 തന്നെയല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ? യെസ്. ഓക്കെ, 2.0 ഇവിടെ എടുക്കും, 2 ഇവിടെ എടുക്കും അല്ലെ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ തന്നെ അല്ലേ? നോക്കിയേ, ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? 0.52 തന്നെയല്ലേ കിട്ടിയേ? 0.4778 ആണോ? അതുപോലെ 0.4357, ഇത് രണ്ടുമാണോ നമുക്ക് കിട്ടിയ വാല്യൂ? ആണോ അല്ലെ? ഒന്നുകൂടെ നോക്കേ, 1.52 നോക്കാം. 1.52 ഒന്ന് നോക്കിയേട്ടോ, അത് മാത്രം കണ്ടാണ്. 1.52 അതിന്റെ വാല്യൂ 1.5 ഇവിടെ എടുക്കുക, 2 എടുക്കുക. യെസ്, ഈ വാല്യൂ അല്ലെ? 0.4357. അത് മാത്രം നോക്കി അതിനല്ലേ കിട്ടിയത് നോക്കട്ടോ. 0.4357. 0.4357. ഇനി അടുത്തത് 2.01. അത് മാത്രം നോക്ക്, 2.01 കേട്ടോ. അപ്പൊ 2.0 ഇവിടെ എടുക്കണം, 1 മുകളിൽ എടുക്കണം. യെസ്, 0.4778 ആണ്. നോക്കിയേ, 0.4778 അല്ലെ? അവിടെ കേട്ടെ. ഇനി അത് എന്താ മൈനസ് ചെയ്തെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങൾ ഇനി എല്ലാവരും ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യും? നമ്മളെ ഗ്രാഫ് വരക്കും. ഞാൻ ഗ്രാഫ് വരച്ചു, ഒരു ഗ്രാഫ് വരച്ചു. രണ്ടും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് മിഡിൽ വാല്യൂ അല്ലെ 0 വരച്ചു. രണ്ടും വലതു ഭാഗത്ത് എഴുതേണ്ടത്. അതിൽ വലുത് നമുക്കറിയാം 2.01 ആണ്. വലുത് ഇത് അവിടെയാണ് എഴുതാറിയല്ലോ. നമ്മളൊരു ഗ്രാഫിൽ ഇങ്ങോട്ട് പോകും തോറും അതിന്റെ വലിപ്പം കൂടി വരും. ഇത് 0 ആണ്, നടുവിൽ 0 ആണ്, പിന്നെ 1 ആവും, 2 ആവും, 3 ആവും, 4 ആവും, അങ്ങനെ വലതുഭാഗത്തേക്ക് പോകും തോറും അതിന്റെ വലിപ്പം കൂടി വരും. അപ്പോ വലുതായതുകൊണ്ട് അതിന് ഇപ്പുറത്ത് എഴുതി 2.01 എന്ന് എഴുതി. മറ്റേത് ചെറുതായതുകൊണ്ട് അതിന്റെ കുറച്ച് ഈ ഭാഗത്ത് എഴുതി 1.52. അതൊന്ന് ഓർത്ത് വെക്കണേ. വലുതാണ് നമ്മൾ ആ ഏറ്റവും എൻഡിൽ കൊണ്ടുപോയിട്ട് എഴുതുക, ചെറുതാണെങ്കിൽ അതിന്റെ പുറത്താണ് എഴുതുന്നത്. ഇനി അതിന്റെ വാല്യൂ, രണ്ടിന്റെ വാല്യൂ കണ്ടെത്തി നമ്മൾ. 2.01ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.4778 ആണ്. 0.4778 ആണ്. 1.52യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.4357 ആണ്. ആ രണ്ട് വാല്യൂസ് നമ്മൾ എഴുതി. ഇനി കറക്റ്റ് ശ്രദ്ധിച്ചോളി. ഇനിയാണ് ഇതിന്റെ ഒരു ലോജിക്ക് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടും പോസിറ്റീവ് ആണ്, രണ്ടും വരച്ചു. 2.01 വലുതായതുകൊണ്ട് അതിനെ ഏറ്റവും തലക്ക് കൊണ്ടുപോയി വരച്ചു. 1.52 അതിൽ ചെറുതാണെങ്കിൽ അതിന്റെ പുറത്ത് വരച്ചു.
ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ രണ്ട് വാല്യൂവിന്റെ ഇടയിലുള്ളതാണ് അല്ലെ, ഈ രണ്ട് വാല്യൂവിന്റെ ബിറ്റ്വീൻ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ അത് ഷെയ്ഡ് ചെയ്തു, അത് മാർക്ക് ചെയ്തു. ആ വാല്യൂ ആണ് ഞാൻ അതപ്പോ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ. ഇനി അത് എത്രയാണ് വാല്യൂ എന്ന് എങ്ങനെ കാണുക? നോക്കിയേ 2.01ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.4778. ശരിക്കും ശ്രദ്ധിച്ചോളേ, അത് തന്നെ അവിടെ മാർക്ക് ചെയ്യുന്നത് 3 വാല്യൂ ആണ്. ഏത്? 0 മുതൽ, കറക്റ്റ് ശ്രദ്ധിച്ചോളൂ, 0 മുതൽ 2.01 വരെയുള്ള വാല്യൂ ആണ് 0.4778. ഒന്നുകൂടെ പറയാണ് 4778 അല്ലെ, 0.4778 ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാണ് കറക്റ്റ് ശ്രദ്ധിച്ചോളി. 0 മുതൽ അല്ലെ, 0 മുതൽ 2.1 വരെ കണ്ടോ, ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഞാൻ അതപ്പം മാർക്ക് ചെയ്ത കാര്യം കേട്ടോ. 0 മുതൽ 2.1 വരെയുള്ള വാല്യൂ ആണ് 0.4778 എന്ന് പറയുന്നത്. വീണ്ടും പറയാണ്, 0 മുതൽ 0.152 കണ്ടോ, 0 മുതൽ 0.152 അതുവരെയുള്ള വാല്യൂ. ഞാൻ ഇപ്പൊ താഴെ മാർക്ക് ചെയ്യുന്നത് നോക്കിയേ, 0 മുതൽ 1.52 അല്ലെ, 1.52യുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് 0.4357 എന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് രണ്ടും അല്ല, 2.01ന്റെ വാല്യൂ അല്ല ചോദിച്ചിട്ടുള്ളത്, 1.52യുടെ വാല്യൂ അല്ല, ബിറ്റ്വീൻ ആണ്. അത് രണ്ടിന്റെ ഇടയിലുള്ള വാല്യൂ ആണ്. 1.52ന്റെയും 2.01ന്റെ ഇടയിലുള്ള വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ടോട്ടൽ നോക്കി ആ ചിത്രം നോക്കിയേ, ആ ടോട്ടൽ ആയിട്ടുള്ള 2.01ൽ നിന്നും കണ്ടോ, ടോട്ടൽ ആയിട്ടുള്ള 2.01ൽ നിന്നും ആ ചെറിയ വാല്യൂ ആയിട്ടുള്ള ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്